ഹായ് മക്കളെ, ക്രിസ്മസ് പരീക്ഷ എത്തിയിരിക്കുകയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എന്നാൽ ആ ചാപ്റ്ററിന് ഏറ്റവും രസകരമായിട്ട് എക്സാമിന് നമ്മൾ എന്താണോ ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടത് മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാം. അതുപോലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട്, നമ്മൾ പറയാറില്ലേ, ഞാൻ എൻ്റെ വീട്ടിലെ സ്വന്തം പശുവിൻ്റെ പാലിൽ നിന്ന് കറന്നെടുത്ത പാലിൽ നിന്നുണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ പോലെ ഞാൻ അത്രയും എൻ്റെ സ്വന്തം കൈ കൊണ്ട് തയ്യാറാക്കിയ കൃത്യമായി ഞാൻ എൻ്റെ ഒരു പഠിക്കാൻ വേണ്ടി ഓരോ ടോപ്പിക് എങ്ങനെ പഠിക്കണം അതിൽ കറക്റ്റ് ഞാൻ എഴുതിയ ഒരു സ്റ്റഡി നോട്ട് ഉണ്ട്, ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ട് ഈ ചാപ്റ്ററുമായി ബന്ധം. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിഹാൽ സാർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. തൊട്ടടുത്ത് ലേൺ വിത്ത് നിഹാൽ സാർ എന്ന് പറഞ്ഞ ഒരു ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് എങ്ങനെ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ വളരെ വൃത്തിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ തയ്യാറാക്കിയതാണ്. ഇംഗ്ലീഷും മലയാളവും അടങ്ങുന്ന നോട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ചിലപ്പോൾ അതിനെ മലയാളം അറിയാത്ത തൊട്ടടുത്ത് മലയാളം ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുന്ന നോട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കാലം നോട്ടോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാത്തൊരു കുട്ടിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ടെക്സ്റ്റ് ബുക്ക് പോലും വേണ്ട. ഞാൻ എന്നെ നോട്ട് ടോപ്പാക്കി പറയില്ല, കാരണം ആ രീതിയിലാണ് കണ്ടന്റ് ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്ത്. നിങ്ങൾക്ക് നോക്കി, നിങ്ങൾക്കത് ഞാൻ 2-3 സ്ക്രീൻഷോട്ട് ഞാനതിൽ നമ്മുടെ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിനെ ഇടും. അപ്പോൾ നിങ്ങൾക്കത് നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. A4 സൈസിലാണ് ഞാനത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പഠിക്കുന്ന കുട്ടിക്ക് അതനുസരിച്ച് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സാമിന് എന്തൊക്കെയാണ് വെൽത്ത് ആൻഡ് വേൾഡ് എന്ന ചാപ്റ്ററിൽ വേഗം ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ എക്സ്പ്രഷൻ, ഭൂമിശാസ്ത്രപര പര്യവേഷണം എങ്ങനെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ച കാരണങ്ങളെല്ലാം ആ 2 കാരണങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ പഠിച്ചണം. ഒന്നാമത്തെ കാര്യം എന്താ, ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ എന്ത് പിടിച്ചെടുക്കാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കാണ്. അതുപോലെ തന്നെ ദ അറൈവൽ ഓഫ് പോർച്ചുഗീസ് ദ സെയിലേഴ്സ് ഇൻ ദ കോസ്റ്റ്സ് ഓഫ് ഗിനിയ, അല്ലെ, പോർച്ചുഗീസ് സെയിലർ എവിടെ എത്താണ്, ഗിനിയ തീരം വരെ എത്തിയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത് പിന്നെ പഠിക്കുന്നത് നമ്മൾ എന്താണ് ഈ ജിയോഗ്രഫിക്കൽ എക്സ്പ്രഷൻ, ഈ ഭൂമിശാസ്ത്ര പര്യവേഷണത്തിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ എത്തിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ MCQ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്താണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് കൺട്രീസ്, ആ രാജ്യങ്ങളൊക്കെ എന്താണ് വളരെ അടുത്തുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആയതുപോലെ തന്നെ ഷിപ്പുകൾ, വലിയ കടലൊക്കെ താണ്ടി കടക്കാൻ സാധിക്കുന്ന കപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നാവിഗേഷൻ ടൂൾസ്, എന്താണ് ദിശ മനസ്സിലാക്കുന്ന വടക്ക് നോക്കിയ യന്ത്രങ്ങൾ അവർ കണ്ടുപിടുത്തി. അതുപോലെ തന്നെ റൂളേഴ്സിന്റെ വലിയ സഹായം, മിലിറ്ററി ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെയാണ് അത്രയും കാലം കടലിൽ യാത്ര ചെയ്ത അനുഭവങ്ങൾ, അതുപോലെ കാർട്ടോഗ്രഫി, മാപ്പിന്റെ ഭൂപട നിർമ്മാണം, ഇതൊക്കെയാണ് അതിലേക്ക് അവർ എത്തിച്ച ഘടകങ്ങൾ. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. പോയിന്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആരംഭിക്കുന്ന യൂറോപ്യന്മാർ നടത്തിയ യാത്രയെ പറ്റിയാണ്. ആരാണ് ശരിക്കും ആദ്യം യാത്ര ആരംഭിക്കുന്ന ആൾക്കാർ? ശരിക്കും ആദ്യം യാത്ര ആരംഭിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും, അല്ലെ മക്കളെ. അപ്പൊ സ്പെയിനുകാരും ആദ്യം പോർച്ചുഗീസുകാരും സ്പെയിനുകാരുമാണ് യാത്ര ആരംഭിക്കുന്നത്. അല്ലെ, എപ്പോഴാണ് യാത്ര ആരംഭിക്കുന്നത്? ശരിക്കും സ്പെയിനുകാർ 1415 എവിടുന്ന് യാത്ര ആരംഭിക്കാടാ? പിന്നെ 1415 സ്പെയിനുകാർ യാത്ര ആരംഭിക്കുന്നത്. അവർ ആദ്യം ഒരു സ്യൂത്ത പിടിച്ചടക്കി. പിന്നെ 1434 അവരെവിടെയാണ് കേപ്പ് ഓഫ് ബൊജിദർ മുറിച്ചു കടന്നു. അവസാനം അവരെവിടെ എത്തിയാണ്, ഗിനിയ കോസ്റ്റിൽ എത്താൻ. അപ്പോൾ ആ വർഷങ്ങൾക്ക് അത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതൊക്കെയാണ് വർഷങ്ങൾ? 1415 സ്റ്റാർട്ട് ചെയ്യുന്നു, 1434 ആ വർഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. റെഡി. പിന്നെ നമ്മൾ പ്രധാനമായും പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ നടത്തിയ പോർച്ചുഗീസുകാരും സ്പെയിനുകാരും നടത്തിയ ജോഗ്രഫിക്കൽ എക്സ്പ്ലനേഷൻ അല്ലേ. അതിൽ ആദ്യം നമുക്ക് എന്ത് പഠിക്കാണ്ട്, പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കാണ്ട്. ആദ്യം പോർച്ചുഗീസുകാരെ ബർത്തലോമസ് ഡയസ് ആണ്, അല്ലെ, ബർത്തലോമിയോ ഡയസ് ആണ് ശരിക്കും ആദ്യമായി പോർച്ചുഗീസുകാർ യാത്ര ആരംഭിക്കുന്നത്. എപ്പോഴും യാത്ര ആരംഭിക്കുന്നത്? അദ്ദേഹം യാത്ര ആരംഭിക്കുന്ന വർഷം വളരെയധികം പ്രധാനപ്പെട്ടാണ്. 1488 അദ്ദേഹം യാത്ര ആരംഭിക്കുക, അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് ആ യാത്ര ഏഷ്യയിലേക്ക് എത്താൻ സാധിച്ചോ? ഏഷ്യയിലേക്ക് എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ യാത്ര ഇവിടുന്ന് പോർച്ചുഗീസും സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വരെ എത്തില്ലേ, സൗത്ത് ആഫ്രിക്കയുടെ അല്ലെങ്കിൽ ഏറ്റവും ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗം വരെ എത്തി. അവിടെ അദ്ദേഹം തിരിച്ചു പോവുക ചെയ്തു, അല്ലെ. ആ എത്തിയ സ്ഥലം അദ്ദേഹം എന്ത് വിളിച്ചു? ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിച്ചു, അല്ലെ. ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. നമ്മൾ എന്താ അതിനെ വിളിക്കുക? ശുഭപ്രതീക്ഷാ മുനമ്പ്, അല്ലെ. ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് അദ്ദേഹം അതിന് പേരിട്ടു, അല്ലെ. എന്നാൽ പിന്നീട് ഈ 1488 കഴിഞ്ഞ് 10 വർഷം ശേഷം ഒരാളും കൂടി വരികയാണ്. 1498 അതാരാണത്? അതാണ് വാസ്കോ ഡ ഗാമ. അദ്ദേഹം വളരെ സക്സസ്ഫുള്ളി ഇദ്ദേഹം നടത്തി അതേ വഴിയിൽ അദ്ദേഹം യാത്ര ആരംഭിക്കുന്നു. അദ്ദേഹം കറക്റ്റ് എവിടെത്താണ്? അദ്ദേഹം നമ്മുടെ കാലിക്കറ്റിൽ എത്തുകയാണ്, അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കോഴിക്കോട് എത്തുകയാണ്. ആ യാത്ര വളരെ സക്സസ്ഫുള്ളി വിജയകരമായി തീരുകയാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ നടത്തിയ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഈ 2 ആൾക്കാരുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. പോർച്ചുഗീസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആരെ പറ്റി പഠിക്കുന്നത്? പിന്നെ നമ്മൾ പഠിക്കുന്ന സ്പെയിനുകാരെ പറ്റിയാണ്, അല്ലെ. സ്പെയിനിൽ ആരാളുള്ളത്? സ്പെയിനിൽ ഒരാളുള്ള ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഈ നാവിഗേഷന്റെ ഒരു ടൈമിൽ നോക്കി നിങ്ങൾ. ആദ്യം 1488 ആരാണ്? ബർത്തലോമസ് ഡയസ് ആണ്. അത് കഴിഞ്ഞ് 1492 ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അത് കഴിഞ്ഞ് 1498 ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. ഒക്കെ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഉള്ളൂ. 1400 അവസാനത്തിലാണ് ഈ യാത്രകൾ ആരംഭിക്കുന്നത്. ഓർത്ത് വെക്കുക. അപ്പോൾ ഡേറ്റുകൾ
പഠിച്ചേക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ. സ്പെയിനിൽ അദ്ദേഹം എവിടെ എത്തുന്നത്? അദ്ദേഹം ബഹാമാസ് ദ്വീപിൽ എത്തിപ്പെടുകയാണ്. ആ ബഹാമാസ് ദ്വീപിലെത്തി അദ്ദേഹം അതിന് ആദ്യം ഒരു ന്യൂ വേൾഡ്, പുതിയ ലോകം എന്ന് വിളിച്ചു. പിന്നെ അദ്ദേഹം എന്താക്കി മനസ്സിലാക്കി, ഇത് അമേരിക്കയാണ്. അങ്ങനെ ആ സ്ഥലത്തിന് അദ്ദേഹം എന്ത് പേരിട്ടു? അമേരിക്ക എന്ന് പേരിട്ടു. അത് കാര്യം അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചേക്കുക, അത്ര അവിടെ നിന്ന് പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ജോഗ്രഫിക്കൽ എക്സ്പെഡിഷന്റെ എന്താണ് കോൺസിക്വൻസ് എന്തെല്ലാമാണ്, അതുപോലെ അതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്. ഇത് നമുക്ക് 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഒരു 4-5 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. എന്തൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്നാമത് എന്താ, അത്രയും കാലം അവർ യാത്ര ചെയ്ത് ഈ ഒരു കടൽ മാർഗം നമ്മൾ വിളിക്കുന്നവരെന്താ? മെഡിറ്ററേനിയൻ സീ നമ്മൾ വിളിക്കുക, മെഡിറ്ററേനിയൻ സീ. അപ്പൊ എന്താണ്, മെഡിറ്ററേനിയൻ സീ വഴിയുള്ള ട്രേഡ് എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ ഈ പറഞ്ഞ അമേരിക്കയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു? അവിടെ എന്തുകൊണ്ട് കോളനി വൽക്കരണം ആരംഭിച്ചു അല്ലെ. അവരെന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയും അമേരിക്കയും കോളനി വൽക്കരണം ആരംഭിച്ചു. വടക്കേ അമേരിക്കയിൽ ഇഷ്ടം പോലെ എന്താണ് സ്വർണം അവർ ആരെ അങ്ങോട്ട് കൊണ്ടുപോയി? സ്പെയിനുകാരും പോർച്ചുഗീസും അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഈ 3 മേഖലയും കണക്ട് ചെയ്യുന്ന ത്രികോണ വ്യാപാര മേഖല, ട്രയാങ്കുലാർ ട്രേഡ് സിസ്റ്റം അല്ലെ, ഇതാണ് ത്രികോണ വ്യാപാര മേഖല. ഈ 3 മേഖലയും കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ട് അവിടെ എന്താണ് ശക്തിപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള യാത്ര അവിടെ ഇല്ലാതാവുകയാണ്. കോളനിവൽക്കരണം പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഇതൊക്കെയാണ് ശരിക്കും എന്തിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, ഈ പറയുന്ന ജോഗ്രഫിക്കൽ എക്സ്പെഡിഷന്റെ കോൺസിക്വൻസസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അത്രയും ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ നേരെ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് മെർക്കന്റലിസം. മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കച്ചവട രീതി അല്ലേ. മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ എക്കണോമിക് പോളിസി, ഒരു സാമ്പത്തിക നയമാണ്. ഒരു രാജ്യം സ്വർണവും വെള്ളിയുടെയും രൂപത്തിൽ തന്റെ രാജ്യത്തിന്റെ സമ്പത്ത് ഇങ്ങനെ നേടിക്കൂട്ടുക അല്ലെ, അക്യുമുലേറ്റ് ദ വെൽത്ത് ത്രൂ ഗോൾഡ് ആൻഡ് സിൽവർ. അതിനെ വിളിക്കുന്നവരാണ് അങ്ങനെ ആ ഒരു എക്കണോമിക് പോളിസിയെ വിളിക്കുന്നവരാണ് മെർക്കന്റലിസം. അതിന്റെ ഭാഗം അവർ എന്ത് ചെയ്തു? മാക്സിമം, അതായത് അവർ ഒരിക്കലും ഒരു രൂപ പോലും മറ്റൊരാൾക്ക് പോകാൻ അവർ ആഗ്രഹിക്കില്ല. അപ്പൊ എല്ലാ വെൽത്തും ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ മാക്സിമം എക്സ്പോർട്ട്, അതായത് ഇറക്കുമതി കുറയ്ക്കുകയും ഇമ്പോർട്ട് കൂട്ടുകയും ചെയ്തു. അവരുടെ രാജ്യത്തേക്ക് സാധനം വാങ്ങുന്നത് കുറയ്ക്കുകയും മറ്റു രാജ്യത്ത് സാധനം കയറ്റി വിട്ടുകൊണ്ട് മാക്സിമം സ്വർണവും വെള്ളിയും നേടാൻ വേണ്ടി അവർ ശ്രമിച്ചു അല്ലെ. അതിനെ വിളിക്കുന്നവരാണ് എന്താ? ഈ പറഞ്ഞ മെർക്കന്റലിസം നമ്മൾ അതിനെ വിളിക്കുക. അതങ്ങനെ തന്നെ പഠിച്ചുക. ഈ മെർക്കന്റലിസ്റ്റ് നയങ്ങൾ അത് കോളനിയിൽ നടപ്പിലാക്കാൻ വേണ്ടി അവർ നടത്തിയ സ്ട്രാറ്റജികളെ, ആ കോളനിയിൽ അവർ നടപ്പിലാക്കിയ നയങ്ങളെ വിളിക്കുന്നവരാണ് കൊളോണിയൽ പോളിസീസ്, കൊളോണിയൽ നയങ്ങൾ. ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ്. അപ്പൊ പ്രധാനമായും നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പെയിനുകാരും പോർച്ചുഗീസുകാരൊക്കെ ഡയറക്റ്റ് എന്താണ് രാജാവാണ് അവിടെ കച്ചവടം നടത്തിയത്. ആ രാജാവ് അവിടുന്ന് കിട്ടിയ സമ്പത്തൊക്കെ രാജാക്കന്മാർ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ വലിയ എന്താ പറയാ വലിയ കൊട്ടാരങ്ങളും മോടി പിടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുക ചെയ്തത് അല്ലേ. എന്നാൽ നമ്മുടെ ഇംഗ്ലണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വഴിയാണ് ഇംഗ്ലണ്ടുകാർ അവിടെ കച്ചവടം നടത്തിയത്. അതുകൊണ്ടാണ് ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വഴി കിട്ടിയ ലാഭം, കച്ചവടം വഴി കിട്ടിയ ലാഭം ഇംഗ്ലണ്ടുകാർ വീണ്ടും ആ ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവഴി നല്ല പണം ഉണ്ടാക്കാൻ, നല്ല സമ്പത്ത് ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ ഇംഗ്ലണ്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എഫക്ട് ഓഫ് കൊളോണിയലൈസേഷൻ, ഈ കൊളോണിയൽക്കരണം ആ ജനങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചു? നിങ്ങൾ ആലോചിച്ച് ഏത് രീതിയിൽ ബാധിച്ചു? അവിടുത്തെ തദ്ദേശീയമായ കൾച്ചർ ഇല്ലാതെയായി, അവിടെ എക്കണോമിക് സംവിധാനം ഇല്ലാതെയായി, അവിടെ പൊളിറ്റിക്കൽ റൈറ്റ് ഇല്ലാതെയായി, അവിടെ അതിന് പകരം ബ്രിട്ടീഷുകാരെ വെസ്റ്റേൺ കൾച്ചർ അവിടെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ സ്കൂളുകൾ ആരംഭിച്ചു, അവിടെ പിന്നെ മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ തദ്ദേശീയ ജനങ്ങളുടെ A to Z കാര്യങ്ങൾ ഇല്ലാതാക്കുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ഈ യൂറോപ്യൻ കൾച്ചറും ജീവിത രീതിയും എക്കണോമിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരും ശ്രമിച്ചത്? യൂറോപ്യന്മാർ ശ്രമിച്ചത് അല്ലെ. അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിക്കാനുള്ളത് നമ്മൾ പുതിയ എന്താണ് മെർച്ചന്റ് ക്യാപിറ്റലിസം, എന്താണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ. അതാണ് ന്യൂ വേൾഡ് ന്യൂ എക്കണോമിക് ഓർഡറിൽ പഠിക്കുന്നത്. അപ്പൊ ശരിക്കും എന്താണ് മെർച്ചന്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ? മെർച്ചന്റ് ക്യാപിറ്റലിസം അടുത്തൊരു എക്കണോമിക് രീതിയാണ് അല്ലെ. അതായത് മുതലാളിമാർ എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അതായത് കോട്ടേജ് ഇൻഡസ്ട്രിയിൽ കൊണ്ടു കൊടുക്കും അല്ലെ. അതായത് ഗ്രാമങ്ങളിൽ പോകുന്നു, ഗ്രാമങ്ങളിലെ ഈ കോട്ടേജ് കുടിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു, അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്നു. കുറച്ച് ദിവസം അവരത് ഉണ്ടാക്കുന്നു, ശേഷം വീണ്ടും അവർ പോകുന്നു, സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. അത് ഉണ്ടാക്കിയതിന് ചീറ എമൗണ്ട് അവർക്ക് എന്തായി കൊടുക്കുന്നു? അവർക്ക് ഒരു കൂലിയായി കൊടുക്കുന്നു. ഈ രീതിയിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കിയ ആളുകൾ വിളിക്കുന്നവരാണ് എന്ത്? മെർച്ചന്റ് ക്യാപിറ്റലിസം. ഈ രീതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് വിളിക്കുന്നതാണ് മെർച്ചന്റ് ക്യാപിറ്റലിസം. ഈ രീതിയിൽ കച്ചവടം ചെയ്ത ആളുകൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയാണ് അവർ അവസാനം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ വ്യവസായത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു, വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ ആളുകൾക്ക് അതിനൊക്കെ മുതലാളിമാരായി തുടങ്ങി. ആ വ്യവസായത്തിൽ അവർക്ക് ഒരുപാട് വീണ്ടും ലാഭം കിട്ടാൻ തുടങ്ങി. ആ രീതിയെ വിളിക്കുന്നവരാണ് എന്താ? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. എന്നാൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി വീണ്ടും ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫാക്ടറികളിലേക്ക് പ്രൊഡക്ഷൻ മാറ്റിയും ഉൽപാദനം ഒരുപാട് വർദ്ധിച്ചു. ആ ഉൽപാദനം അത്രയും മാസമായി വർദ്ധിച്ച ആ ഒരു കാലഘട്ടത്തെ വിളിക്കുന്നവരാണ് എന്താ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലാണ്, തുണി വ്യവസായത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂന്നും കണക്റ്റഡ് ആണ്, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ട്. പ്രധാനമായി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടുവന്ന മാറ്റം എന്താ? ഒന്നാമത് യന്ത്രങ്ങൾ, അതായത് മെഷീൻ ഉപയോഗിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ആവിയന്ത്രം, സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ ഫാക്ടറികളിലേക്ക് പ്രൊഡക്ഷൻ മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. മെറിറ്റ് പഠിക്കുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആരെ ആലോചിക്കേണ്ടത്? മുതലാളിമാരെ നമ്മൾ ആലോചിക്കണം അല്ലേ. പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, ഫാക്ടറികൾ ഉയർന്നിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ട്, അതുപോലെ നഗരങ്ങൾ അർബണൈസ്
മോഡേണൈസേഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെന്താ വളരെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഇനി നേരെ ഡീമെറിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ തൊഴിലാളികൾ ആലോചിക്കുക, വർക്കേഴ്സിനെ ആലോചിക്കുക. എന്തൊക്കെയാണ് അവിടെ? ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആണ്, അതുപോലെ തന്നെ എപ്പിഡമിക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈക്ക് എന്താണ് പിന്നെ കുറഞ്ഞ വേജാണ് അവർ കൊടുത്തത്, അതുപോലെ തന്നെ അവിടെ സ്ലംസ് തുടങ്ങി, അതുപോലെ തന്നെ വളരെ മിസറബിളായ ജീവിതമാണ് അവിടുത്തെ വർക്കേഴ്സിന് ഉണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. കോളം കറക്റ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. റെഡി? പിന്നെ നമ്മൾ എന്താണ് പിന്നെ അടുത്തത് പിന്നെ എന്താണ് ഇംപീരിയലിസം അല്ലെ? ഇംപീരിയലിസം എന്താ? ഇംപീരിയലിസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾ എന്താണ്, ഈ പറഞ്ഞ ഫാക്ടറിയിലെ തൊഴിലാളികൾ ലാഭം കിട്ടാൻ വേണ്ടി വളരെ കുറഞ്ഞ കൂലിയാണ് ഓരോ പണിക്കാരും കൊടുത്തത് അല്ലെ? ഈ കുറഞ്ഞ കൂലി കൊടുത്തത് കാരണം അതത് രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവിടുത്തെ ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്തു? മറ്റു പല രാജ്യങ്ങളെയും എന്തിനു വേണ്ടി? ഈ പറഞ്ഞ മാർക്കറ്റിന് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്തു അല്ലേ? അങ്ങനെ മറ്റു പല അവരുടെ നിലവിലെ കോളനികളെ ഈ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റായും അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യാനുള്ള ഒരു റിസോഴ്സായും അവർ മാറ്റുക അല്ലേ? എ സെന്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഈ രീതിയിൽ ഈ ഓരോ കോളനിയെയും ഈ ആളുകൾ മാറ്റിയെടുത്ത രീതിയെ വിളിക്കുന്നവരാണ് എന്താ? ഇംപീരിയലിസം. എന്താണത്? നിങ്ങൾ എക്സാമിന് ചുമ്മാ ചോദിക്കുക ഡിഫൈൻ ഇംപീരിയലിസം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് എ എക്കണോമിക് സ്ട്രാറ്റജി. ആരാണ് ഇംപ്ലിമെന്റ് ബൈ ദ കൊളോണിയൽ പവർ മേക്ക് ദീസ് കോളനീസ് ആസ് എ സെന്റർ ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്. ഈ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായും ആൻഡ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്താണ്? ഇവരുടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു കമ്പോളമാക്കിയും അവരതിനെ മാറ്റി അതിനെ വിളിക്കുന്നവരാണ് എന്താ? ഇംപീരിയലിസം, സാമ്രാജ്യത്വം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പഠിച്ചു വെക്കുക. ഈ ഇംപീരിയസ് റൈവലറിയാണ് അവർ എന്തിലേക്ക് എത്തിക്കുന്നത്? ഫസ്റ്റ് വേൾഡ് വാറിലേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലും എത്തും അല്ലേ? അപ്പോൾ ഇതും കൂടി പറഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും പഠിക്കാനുള്ളൂ. എന്താ ഫസ്റ്റ് വേൾഡ് വാർ? ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാരണങ്ങളിൽ ഒന്നെന്താണ്? ഈ പറഞ്ഞ ഇംപീരിയലിസ്റ്റ് റൈവലറി. അല്ല, എന്താ ഇംപീരിയലിസ്റ്റ് റൈവലറി എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ സാമ്രാജ്യത്വ കിട മത്സരങ്ങൾ, അവിടെ ശത്രുത കാരണം എന്താണ്? പിന്നെ ക്യാപിറ്റലിസ്റ്റുകളെയും അതുപോലെ തന്നെ എന്താണ് കൂടെയും രണ്ടാക്കി. ഇറ്റലിയും ജർമ്മനിയും പിന്നെന്താണ് ജപ്പാനും ഒരു ടീമായപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും മറ്റൊരു ടീമാവണം. അങ്ങനെ ഇവർ നമ്മുടെ ശത്രുത കൂടാണ്. അവർ എന്ത് രൂപീകരിച്ചു? സൈനിക സഖ്യം രൂപീകരിച്ചു. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റി അല്ലെ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം ഉണ്ടായിരുന്നു. അതിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആണെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ടും റഷ്യയും ഫ്രാൻസുമായിരുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീം നാഷണലിസം. എന്താ എക്സ്ട്രീം നാഷണൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാജ്യമാണല്ലേ തീവ്ര ദേശീയത നമ്മൾ വിളിക്കുന്നത്. തീവ്രദേശീയത, അതായത് നമ്മുടെ രാജ്യമാണ് ഏറ്റവും നല്ലതെന്നും ബാക്കിയെല്ലാം നമ്മളെക്കാൾ താഴെയാണെങ്കിലും നമ്മുടെ രാജ്യങ്ങൾ എന്തു ചെയ്താലും അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയെ വിളിക്കുന്നവരാണ് എന്താ? തീവ്രദേശീയത. ഈ തീവ്രദേശീയ നയം കാരണം മറ്റു പല രാജ്യങ്ങളെയും ആക്രമിക്കാനും അവരെ കീഴ്പ്പെടുത്താനും, അതുപോലെ ഒരു പ്രത്യേക റേസ്, ഒരു പ്രത്യേക വിഭാഗം നിൽക്കുന്ന സ്ഥലം അത് അവരുടെ രാജ്യമാണ്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അവരെവിടേക്കാണോ അതൊക്കെ നമ്മുടെ രാജ്യമാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വരുത്തിയത് അല്ലേ? അത് ഒരു റേസിസം എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വംശീയതയിലേക്ക് എന്ത് ചെയ്ത് അത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ദ അസാസിനേഷൻ ദ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ് ആർച്ച് ഡ്യൂക്കായ ഫ്രാൻസ് ഫെർഡിനൻഡിന്റെ കൊലപാതകമാണ്. എങ്ങനെയാ ഫ്രാൻസ് ഫെർഡിനൻഡ് ആരാ കൊണ്ടത്? അവിടുത്തെ ബോൺസിയൻ തലസ്ഥാനമായ സരാവോയിൽ വെച്ചിട്ട് ഗാവ്ലോ പ്രിൻസിപ്പ് എന്ന സെർബിയക്കാരാണ് ആരെ കൊല്ലുന്നത്? ഓസ്ട്രിയക്കാരനെ കൊല്ലുന്നത്. ഓസ്ട്രിയ എന്ത് പറഞ്ഞു? സെർബിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഓസ്ട്രിയക്കെതിരെ സെർബിയ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതോടുകൂടി എന്ത് ആരംഭിക്കുകയാണ്? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ഇന്ന് നോക്കി എന്ത് പെട്ടെന്ന് നിഹാൽ സാർ പറഞ്ഞു പോയത്. ഇതേപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞാൽ മക്കളെ ഇവൻ എന്തോ അലക്കമല ചോദ്യം ചോദിച്ചാലും യു ക്യാൻ ആൻസർ ഇറ്റ്. രണ്ടാമത്തെ നോക്കൂ, സെക്കൻഡ് വേൾഡ് വാർ. എന്താ രണ്ടാം ലോക മഹായുദ്ധം? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? എന്താണ്? ടോട്ടാലിറ്റേറിയനിസം, സമഗ്രാധിപത്യത്തെ പറ്റി പഠിക്കണം. എന്താ സമഗ്രാധിപത്യം എന്ന് പറഞ്ഞാൽ? ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഉള്ളതാണ് സമഗ്രാധിപത്യം. അതായത് ഒരു പൗരന്മാരുടെ സ്വകാര്യത ഒന്നും മാനിക്കാതെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഭരണകൂടമാണെങ്കിൽ ആ രീതിയിലെ ഭരണത്തെ വിളിക്കുന്നവരാണ് സമഗ്രാധിപത്യം. എല്ലാ രീതിയിലും ആ ഗവൺമെന്റ് ആയിരിക്കും ആ ജനങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഫാഷിസം ആൻഡ് നാസം. എന്താ ഫാസോ നാസും? ഈ സമഗ്രാധിപത്യത്തിന്റെ ഭാഗമായി ഉയർന്ന രണ്ട് ആശയങ്ങളാണ് ഫാസിസവും നാസും. ഫാസം ഇറ്റലിയിലാണ്, നാസം ജർമ്മനിയിലാണ്. ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് കോളത്തിൽ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഫാസിസ്റ്റുകളുടെ ജീവിത രീതിയിൽ, എന്താണ് നാസിസ്റ്റുകളുടെ ജീവിതം, അത് കറക്റ്റ് പഠിച്ചു വെക്കുക. അതിൽ എക്സാമിനൊക്കെ വൺ വേർഡ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ മിലിറ്ററി സൈന്യത്തെ പറ്റി ചോദിക്കാറുണ്ട്. ബ്രൗൺ ഷർട്ട് ആര് കൊണ്ടുവന്നാണ്? ഹിറ്റ്ലർ കൊണ്ടുവന്ന്. ബ്ലാക്ക് ഷർട്ട് ആര് കൊണ്ട്? മുസോളിനി കൊണ്ടുവന്നാണ്. അതുപോലെ തന്നെ ഗെസ്റ്റപ്പോ ആരാണ്? ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസ് സംഘടനയാണ്. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യം എന്താ? പോളിസി ഓഫ് അപ്പൈസ്മെന്റ്, പ്രീണന നയം. പ്രീണന നയത്തിലേക്ക് പോകുന്നതിന് എന്ത് പഠിക്കണം? ഈ പറയുന്ന എന്താണ് അവിടുത്തെ സൈനിക സഖ്യങ്ങൾ, മിലിറ്ററി അലയൻസിനെ പറ്റി പഠിക്കണം. പ്രധാനമായും ആക്സിസ് പവർ ഉണ്ട്,
അലൈൻ പവർ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? അച്യുതന ശക്തികളുണ്ട്, സഖ്യശക്തി. എന്താ അച്യുതന ശക്തികൾ? ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേർന്നാണ് ആക്സിസ് പവർ. അലൈൻ പവേഴ്സ് ഇംഗ്ലണ്ടും ചൈനയും ഫ്രാൻസും ചേർന്നാണ് അല്ലെ. ഇവർ നമ്മൾ അന്നാണ് ഒരു വലിയ ടീമായി നിൽക്കുന്ന സമയത്താണ് ഈ ടീമിലേക്ക് ആര് കൂടി ജോയിൻ ചെയ്യുന്നത്? അമേരിക്കയും അതുപോലെ USA-യും USSR-ഉം ജോയിൻ ചെയ്യുന്നത്. USSR എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ ഏത് രാജ്യമാണ്? മുതലാളിത്ത രാജ്യമാണല്ല, അവർ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. മുതലാളിമാരും സോഷ്യലിസ്റ്റുകളും ചേരൂല. അതുകൊണ്ട് ഇംഗ്ലണ്ടുകാരും അതുപോലെ തന്നെ ഫ്രാൻസും മുഖ്യ ശത്രുവായി കണ്ടത് ആരെയായിരുന്നു? USSR-നെ ആയിരുന്നു. ആ നയത്തെ വിളിക്കുന്നവരാണെന്ത്? പോളിസി ഓഫ് അപ്പൈസ്മെന്റ്, പ്രീണന നയം. അതായത് സ്വന്തം ടീമിലായിട്ട് പോലും സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള അന്തരം ഇവരൊക്കെ എന്താ വേറെ ശത്രുക്കളാക്കി മാറ്റുകയാണ്. അതാണെന്ത്? അല്ലെങ്കിൽ ആ രീതിയിൽ ഇവരെ കണ്ടതിനെ വിളിക്കുന്നവരാണെന്ത്? പോളിസി ഓഫ് അപ്പൈസ്മെന്റ് അല്ലെ. അത് കറക്റ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ മറ്റൊരു കാര്യമാണ് വെർസൈൽ ട്രീറ്റി. വെർസൈൽ ട്രീറ്റി ആരാണ്? വിജയിച്ച രാജ്യങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വിജയിച്ച രാജ്യങ്ങൾ ജർമ്മനിക്ക് മേലെ അടിച്ചേൽപ്പിച്ച ട്രീറ്റിയെ, കരാറിനെ വിളിക്കുന്നവരാണെന്ത്? വെർസൈൽ ട്രീറ്റി. ആ വെർസൈൽ ട്രീറ്റിയുടെ എന്താണ് ക്ലോസസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ജർമ്മനിയുടെ വിജയിച്ച അല്ലെങ്കിൽ ജർമ്മനിയുടെ പ്രധാനപ്പെട്ട എല്ലാ കോളനിയും വിജയിച്ച രാജ്യങ്ങൾ കൊണ്ടുപോയി ജർമ്മനിയെ ഡിസ്ആർമഡ്, നിരായുധീകരിച്ചു. അതുപോലെ തന്നെ വലിയൊരു വാർ ഇൻടമിനിറ്റി, വലിയൊരു യുദ്ധ നഷ്ടപരിഹാര തുക ആരെ മേലെ കെട്ടിവെക്കുന്നുണ്ട്? ജർമ്മനിയുടെ മേലെ കെട്ടിവെക്കുന്നുണ്ട് അല്ലേ. ഇതെല്ലാമാണ് ശരിക്കും സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എത്തിച്ച കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ രണ്ടിന്റെയും ആഫ്റ്റർ മാത്ത്, കോൺസിക്വൻസ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആവുകയാണെങ്കിൽ ഇപ്പം സംഭവം സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഹാൻഡ് റിട്ടൺ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എന്നെയുമായി കോൺടാക്ട് ചെയ്യാൻ നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജുമായി നിങ്ങൾ കണക്ട് ചെയ്യുക. അതിൽ ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് മിക്കവാറും നാളേക്ക് നമ്മളെ സാധനം വരും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ആ നോട്ടുകൊണ്ട് എത്ര രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും? അടുത്ത നോട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, മറന്നു പോയതാണ് പറയാൻ വേണ്ടിയിട്ട്. ബൂസ്റ്റർ ബാച്ചിൽ വളരെ കിടലായിട്ടില്ല 1899 ഈ 2 മാസം സെറ്റ് ചെയ്തിട്ട് റിവിഷൻ നടത്തി A+ നിങ്ങൾ എത്തിക്കാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി കിട്ടും. സോ കമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ മറക്കരുത്. ലൈവ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരും, വീഡിയോ വരും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൺസേൺസ് നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്. ബൈ.